നിയമസഭാ തെരഞ്ഞെടുപ്പ് അറിയാനുള്ള ഒരു ഉദ്വേഗത്തിൻ്റെ മുൾമുനയിലാണ് കേരളം മുഴുവൻ നിൽക്കുന്നത്. ഭരണമാറ്റമുണ്ടാകുമോ അതോ ഭരണ തുടർച്ചയോ? BJP കേരളത്തിൽ എത്രത്തോളം സീറ്റുകൾ പിടിക്കും? ഈ 3 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇപ്പം എക്സിറ്റ് പോൾ ഫലങ്ങൾ നിരവധി വന്നു. അതിലെല്ലാം UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരാശ്വാസമാണ്. അത് നേരത്തെ തന്നെ അത്തരത്തിലൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പാർട്ടിയിലും നേതൃത്വത്തിലും ഒക്കെ തന്നെ UDF വരും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ ചൊല്ലിയൊക്കെയുള്ള പലതരത്തിലുള്ള കലഹങ്ങളും ഇവിടെ ഉയർന്നു വന്നു. കോൺഗ്രസിൽ നിന്നും 3 പേരാണ് പ്രധാനമായിട്ടും അങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. ആര് എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ LDF പ്രതിപക്ഷമാണല്ലോ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തും ഒരു നേതാവ് ഉണ്ടാകണമല്ലോ, ഒരു പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കിലാണ്. ഔദ്യോഗിക വാഹനം, വസതി, പരിവാരങ്ങൾ ഒക്കെ ഉണ്ടാകും. അപ്പോൾ CPM നയിക്കുന്ന LDF പ്രതിപക്ഷത്ത് വന്നാൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? ഏറ്റവും വലിയ കക്ഷിക്കായിരിക്കും പ്രതിപക്ഷ നേതാവാകാൻ കഴിയുക. അത് CPM തന്നെ ആയിരിക്കും. അത് ഉറപ്പായ കാര്യമാണല്ലോ. ഇത്തവണ CPMന് LDFന് തോൽവി ഉണ്ടാകുമ്പോൾ CPMന്റെ സീറ്റ് കുറയുന്നു. അതിനോടൊപ്പം തന്നെ സീറ്റ് കുറയുന്ന മറ്റ് ഘടകകക്ഷികളാണ് CPI, കേരള കോൺഗ്രസ്, മാണി, ഇങ്ങനെ പലരും. ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ള പാർട്ടി ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ CPM പ്രതിപക്ഷ നേതാവാകും. CPMന്റെ പ്രതിപക്ഷ നേതാവായിട്ട് ആരായിരിക്കും വരുന്നത് എന്ന് ചോദിച്ചാൽ ഏവരും പെട്ടെന്ന് ഉത്തരം പറയും. അത് പിണറായി വിജയനല്ലേ വരേണ്ടത്. പിണറായി അല്ലേ CPMനെ നയിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ എന്നുള്ളൊരു ഉത്തരം നൽകും. 10 വർഷക്കാലം, 10 വർഷത്തിന് മുമ്പ് ഒരു നീണ്ട 15 വർഷം CPMന്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അന്നേ അദ്ദേഹത്തിന് തലയ്ക്ക് ഭാരം കൂടിയാണ് വന്നത്. അധികാരത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു വന്നു. പാർട്ടിയിലുള്ളവരെ മുഴുവൻ അടക്കി ഭരിച്ചു. തനിക്കെതിരായി വിരൽ ചൂണ്ടിയവരെല്ലാം ഒതുക്കി ഒരു മൂലക്കിരുത്തി. നമുക്കറിയാം VS അച്യുതാനന്ദനോടെ കാട്ടിക്കൂട്ടിയതെല്ലാം. അങ്ങനെ എല്ലാം തൻ്റെ കാൽച്ചുവട്ടിലാക്കിയാണ് 2016 അധികാരത്തിൽ വന്നത്. അങ്ങനെ 2016 അധികാരത്തിൽ വന്ന് 2016 മുതൽ 26 ഈ തുടക്ക സമയം വരെയും അധികാരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള സുഖവും അനുഭവിച്ച് ധാർഷ്ട്യ അഹങ്കാരവും മൂർധന്യത്തിലെത്തിയ ഒരു നേതാവായി പിണറായി വിജയൻ മാറി എന്നുള്ളതാണ്. അദ്ദേഹം മത്സരിച്ചു. കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ്. ധർമ്മടത്ത് നിന്ന് വിജയിക്കും, അത് ഉറപ്പായ കാര്യമാണ്. പക്ഷെ കഴിഞ്ഞ തവണ 21-ൽ 50,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇത്തവണ ഒരു 30-35,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാ LDF വിജയിച്ചു വരുന്ന LDFന്റെ എല്ലാ നേതാക്കന്മാരുടെയും MLA-മാരുടെയും ഭൂരിപക്ഷം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറവ് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ഏവർക്കും അറിയേണ്ട ഒരു ചോദ്യം, ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? പിണറായി വിജയൻ എന്ന് പറയുന്നു എങ്കിൽ നമുക്കത് തെറ്റിപ്പോയി. 10 വർഷക്കാലം 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ആരോടും സംസാരിക്കുന്നതിന് ലക്കും ലഗാനും ലൈസൻസും ഇല്ലാതെ പൊക്കൊണ്ടിരുന്ന പിണറായി വിജയൻ ഇനിയും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമോ? ഔദ്യോഗിക വാഹനമുണ്ട്, ഔദ്യോഗിക വസതിയുണ്ട്. 40 കാറുകളുടെ ഒന്നും അകമ്പടി ഉണ്ടാകത്തില്ല. ഇപ്പോഴത്തെ പോലെ പരിവാരങ്ങൾ ഉണ്ടാകത്തില്ല. പിണറായി വിജയൻ അതിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ?
ഇല്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും പ്രതിപക്ഷ നേതാവെന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. പലരും പറയും പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ വരണ്ടേ, ജയിച്ചു വരുന്ന MLA ആകണ്ടേ. KK ശൈലജയുടെ പേര് പറയും. അതിന് KK ശൈലജ വിജയിക്കണ്ടേ. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ തട്ടകമാണ്, കുടിയേറ്റ കർഷകരുടെ തട്ടകമാണ്, ക്രൈസ്തവരുടെ ഇടമാണ്. അവിടെ സണ്ണി ജോസഫിന്റെ മണ്ഡലമാണ് KPCC പ്രസിഡന്റ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. KK ശൈലജയെ പരാജയപ്പെടുത്തണം, തോൽപ്പിച്ചൊരു മൂലക്കിരുത്തണം എന്ന് പിണറായി വിജയൻ മനസ്സിൽ കണ്ടു. അതുകൊണ്ടാണ് വേണമെങ്കിൽ പോയി പേരാവൂരിൽ മത്സരിച്ചോളാൻ പറഞ്ഞു. 2021 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തില് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച KK ശൈലജയെ വീണ്ടും പിണറായി വിജയൻ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതാണ്. അവിടെ പേരാവൂരിൽ നിന്ന് വിജയിക്കില്ല എന്നറിയാം. മുമ്പും ഇതുപോലെ കുരുതി കൊടുത്തു. വടകരയില് അതിനു മുമ്പ് കുരുതി കൊടുത്തത് ആരെയാണെന്ന് നമുക്കറിയാം. 2019 P ജയരാജനെയാണ്. P ജയരാജനെ ഇപ്പൊ ഒതുക്കി ഇരുത്തിയിരിക്കല്ലേ ഒരു മൂലയ്ക്ക്. അതുപോലെ KK ശൈലജയെയും വടകരയില് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. ദയനീയ പരാജയം. 1,36,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. വീണ്ടും കൊണ്ടുവന്ന് പേരാവൂരിലേക്ക് വിട്ടിരിക്കുകയാണ്. അവിടെയാണ് കുരുതി കൊടുക്കുന്നത്. അപ്പോൾ KK ശൈലജ എന്തായാലും പ്രതിപക്ഷ നേതാവാകില്ല. പിന്നെ ആരെ? ഒന്നുകിൽ TP രാമകൃഷ്ണൻ വരണം, അതല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് സജി ചെറിയാൻ വരണം ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന്. അല്ല, KN ബാലഗോപാലുണ്ട്. KN ബാലഗോപാൽ ജയിക്കുമോ? അതുപോലെ തന്നെ P രാജീവ് കളമശ്ശേരിയിൽ നിന്ന് വലിയ സൈദ്ധാന്തിക വിചാരകനാണ്. MA ബേബിയുടെ ചേട്ടനാണ്. അക്കാര്യത്തിൽ അദ്ദേഹം വിജയിക്കണമെന്നുണ്ടോ? ഇവരെയൊക്കെ തന്നെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ എത്തിച്ചു എന്നുള്ളതാണ്. കൊട്ടാരക്കരയിൽ നിന്ന് KN ബാലഗോപാലും കളമശ്ശേരിയിൽ നിന്ന് P രാജീവും ഇവരെല്ലാം തന്നെ 8 നിലയിൽ പൊട്ടും എന്നുള്ളത് ഉറപ്പാണ്. സജി ചെറിയാന്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ സജി ചെറിയാനെ പാർട്ടിയിൽ ചിലരൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കും. സജി ചെറിയാൻ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത്. സജി ചെറിയാൻ അവിടെ നിന്ന് വിജയിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. സജി ചെറിയാന് ഈ നാവ് പിഴയുണ്ട്. വിചാരിച്ച് MM മണിയെ പോലൊന്നുമല്ല. MM മണിയെ സംബന്ധിച്ചിടത്തോളം നാവ് പിഴയും പിന്നെ ഈ ഒരു ശരീരഭാഷയുണ്ടല്ലോ, അത് ഏതു തരത്തിൽ വേണമെങ്കിലും വളയ്ക്കും, മോശപ്പെട്ട രീതിയിലും എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ സജി ചെറിയാനെ ഒരിക്കലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ, പ്രതിപക്ഷ നേതാവായി കൊണ്ടുവരാൻ തരമില്ല. പിന്നെ ആരുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ മരുമകൻ മാത്രം. മരുമകൻ അരിയിട്ട് വാഴ്ച നടത്തും പ്രതിപക്ഷ നേതാവായിട്ട്. ഈ മരുമകനെ പിണറായി വിജയൻ അതും കാണുന്നുണ്ട്. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തോൽവി ഉണ്ടാകും. ആ തോൽവി ഉണ്ടാകുമ്പോൾ വിജയിച്ചു വരുന്നതിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള ഒരാളെ ആയിരിക്കും പ്രതിപക്ഷ നേതാവാക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ബാലഗോപാലും അതുപോലെ തന്നെ ശൈലജയും ഒക്കെ തന്നെ പരാജയപ്പെടും. പിന്നെ ആരാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സജി ചെറിയാന് ഇങ്ങനെയുള്ള ചില നാവുപിഴ കാരണം അദ്ദേഹത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ മരുമകന് മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാവായിട്ട് വാഴിക്കാനുള്ള തീരുമാനമാണ് നടക്കുന്നത്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.